കൊടുക്കേണ്ടത് പറഞ്ഞു കൊടുത്തു. ഇന്ന് കുടുംബജീവിതം നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് ബന്ധമൊഴിയുന്നത്. പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ട ഒരു വിവാഹമോചനം. ഒരു പെണ്ണ് കുളിക്കാൻ പോകുന്ന സമയത്ത് സോപ്പും കൊണ്ട് കുളിക്കാൻ പോകും. കുളി കഴിഞ്ഞിട്ട് ഈ പെണ്ണ് തിരിച്ചു പോകുമ്പോൾ ആ സോപ്പ് റൂമിൽ കൊണ്ടുവെക്കും. ഇത് സ്ഥിരം നടക്കുകയാണ്. ഒരു ദിവസം പെണ്ണ് കുളിക്കാൻ വേണ്ടി പോയിട്ട് സോപ്പുമായിട്ട് തിരിച്ചു വരുന്നത് ഭർത്താവിന്റെ പെങ്ങള് കണ്ടു. പടച്ചോനെ, ഇപ്പൊ രണ്ടും രണ്ട് വീട്ടില. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു സോപ്പ് കാരണം ആ വിവാഹ ജീവിതം തകർന്നടോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്കറിയുന്ന ഒരു ചെറുപ്പക്കാരന്റെ ഭാര്യയുടെ സഹോദരൻ കല്യാണത്തിന് വിളിച്ചു, പോകാൻ പറ്റിയില്ല. പിന്നീട് ഞാൻ അവനെ കണ്ടപ്പോ, എടാ നിന്റെ കല്യാണത്തിന് വരാൻ പറ്റിയില്ല, സങ്കടമാണെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, ഉസ്താദ് പെണ്ണ് ഇപ്പൊ അവളുടെ വീട്ടില. കാരണം ചോദിച്ചപ്പോ പറഞ്ഞു, ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തില്ല, അവളുടെ പണി നോക്കിപ്പോയെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, എന്നും മക്കൾ പിരിയുന്നതിൽ, വിവാഹ ജീവിതത്തിൽ മക്കൾ തീമായി പോകുന്നു, പെണ്ണുങ്ങൾ വിധവകളായി പോകുന്നു. വാശിയാടോ എല്ലാത്തിനും. എടാ, പെണ്ണിനും പയ്യനും ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും കുടുംബക്കാര് സമ്മതിക്കൂല. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഭാര്യയും ഭർത്താവുമല്ല, കുടുംബക്കാരാ. അവൾ അങ്ങനെ പറഞ്ഞില്ലേ, അവൻ അങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാശി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഒരു മസ്ലഹത്തിന് പോയി. എന്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാനൊരു മസ്ലഹത്തിന് പോയപ്പോ സാധാരണ